അന്നത്തെ നിന്നെ കുറിച്ച് നീ ഇനി ചിന്തിക്കണ്ട. എനിക്കും അന്നത്തെ സരുവിനെ പറ്റി ചിന്തിക്കാൻ ഇഷ്ടമേ അല്ല. ഇതുപോലെ വയലന്റ് ആവുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിനക്ക് ദേഷ്യമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. അവസാനം മെന്റൽ ഹോസ്പിറ്റലിൽ വരെ കിടന്നില്ലടാ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. ഒരുപക്ഷെ നിന്റെ സ്വഭാവം കുറച്ചുകൂടെ പക്വത ഉള്ളതായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരുന്നു. നിന്നോട് എനിക്ക് ഒരു മുറപ്പണിനോടുള്ള എല്ലാ സ്നേഹവും ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പം അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുഷ്യരെല്ലാം സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചായാറുണ്ട്. രണ്ട് വ്യക്തികൾക്കിടയിൽ മൂന്നാമതൊരാൾ കടന്നു വരുന്നെങ്കിൽ അതിന് കാരണം ഈ പറയുന്ന സ്നേഹം തന്നെയാണ്. അതെ, നീ പറയുന്ന 100% സത്യം. സർ ചായ. കല്യാണിയാ? ഹലോ കല്യാണി, എവിടെയാണ്? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ സൈഡിലേക്ക് കൂടെ ചെല്ലുമെന്ന് സർവീ പറഞ്ഞ കാര്യം? പിന്നെ അവളുമായിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഇടയ്ക്ക് വരാറുള്ള കടയിൽ കയറി ചായ കുടിക്കുക. സരയുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. കല്ലുമോനെ കൊണ്ട് നമുക്ക് പുറത്തൊന്നും പോണം. മോനെ പുറം ലോകം കാണിച്ചിട്ട് കൊറേ നാളായില്ലേ. ശരി ശരി, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ശരി കിരണേട്ടാ. അതെ, കല്ലുമോനെ കൊണ്ട് അവക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് അവള് പറഞ്ഞാൽ ശരിയാ. മോനുമായിട്ട് പുറത്തേക്ക് പോയിട്ട് കുറേ ആയി. അല്ല നീ വരുന്നോ ഞങ്ങൾക്കൊപ്പം? അല്ല വേണമെങ്കിൽ കൺമണി മോളെ കൊണ്ട് വാ. വേണ്ട കിരണേ, നമ്മളിപ്പോ ഒരുപാട് യാത്ര ചെയ്തില്ലേ. ഇവനെ എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്തെല്ലാം നല്ല നല്ല നിമിഷങ്ങളാ നഷ്ടപ്പെട്ടത്. എന്താ സർ? ഈ ഓഡിറ്റോറിയത്തിന്റെ മാനേജർ സജീവൻ? അത് ഞാനാണ് സർ. ഇവിടെ ഈ CCTV ഒക്കെ വർക്കിംഗ് ആണല്ലോ അല്ലേ? അതെ സർ. എത്ര വെച്ചിട്ടുണ്ട്? മുന്നിൽ മാത്രമേ ഉള്ളൂ സർ. നമ്മൾ മനുഷ്യന്മാർക്ക് പിന്നിൽ കണ്ണ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വീട്ടിലെ ഓഡിറ്റോറിയത്തിലൊക്കെ പിന്നിലും കണ്ണു വയ്ക്കാലോ. ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം നടന്നില്ലേ, കാർത്തിക വേഴ്സസ് ദിലീപ്? നടന്നു സർ. അവരൊക്കെ വലിയ കാശുകാരാ. പക്ഷെ കല്യാണം ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത് ഒരു കൊലയാളിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായി. അതൊക്കെ പിന്നീട് പ്രചരിച്ചല്ലോ. അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടക്കാൻ പോകുന്ന അറിഞ്ഞപ്പോഴെങ്കിലും ക്യാമറയൊക്കെ ഒന്ന് സജീവമാക്കാമായിരുന്നു. ഈ കൊലയാളി എന്ന് പറഞ്ഞവൻ ഈ കല്യാണം നടക്കുന്നു എന്ന് മണത്തറിഞ്ഞ് ഇങ്ങോട്ട് വന്നാല് അവനിവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല ഈ മണ്ഡപം ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാ. വരണം സർ. ഇതിനകത്ത് ക്യാമറ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഈ കല്യാണം നടന്ന ഡേറ്റ് എന്നായിരുന്നു? അത് രജിസ്റ്റർ നോക്കിയിട്ട് പറയാം സർ. അന്നത്തെ ഫുട്ടേജ് മുഴുവൻ എനിക്ക് വേണം, ഇന്റീരിയറും എക്സ്റ്റീരിയറും. ശരി സർ. കിരൺ, ഇനി നീ ചായ കുടിച്ചോണ്ട് വർക്ക് ചെയ്യും. അല്ല ക്യാൻറ്റീനിൽ ആളുണ്ടല്ലോ, പിന്നെ നീ എന്താ ചായട്ട് വന്നേ? ഇത് ഞാനിട്ട് ചായ. എനിക്കൊരു ചായയോ കോഫിയോ ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്ന് മുമ്പൊക്കെ പരാതി പറയുമായിരുന്നല്ലോ. ഒന്ന് കുടിച്ചു നോക്കി. മസാല ചായ അല്ലേ? അതെ. ഞാൻ ക്യാൻറ്റീനിലേക്ക് വിളിച്ചു പറയാൻ തുടങ്ങായിരുന്നു. ആ സമയത്ത് എന്റെ മനസ്സറിഞ്ഞ പോലെ നീ ചായട്ട് വന്നത്. ഇനി നിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനാ എന്റെ തീരുമാനം. ചായ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കല്യാണം ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. എവിടെയും കല്യാണിയുടെ പേര് പറയാതെ ഇതിനെ പ്രശംസിക്കാൻ പറ്റില്ല. അറിയൂ, നീ എന്താ ആലോചിക്കുന്നേ? അല്ല, കല്യാണിയുടെ പാചകം ഉൾപ്പെടെ എല്ലാം നിനക്ക് ഭയങ്കര ഇഷ്ടാ. ആ നിലവാരത്തിലേക്ക് ഞാൻ ഉയർന്നെന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം തന്നെയാ. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചായയും കോഫിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാലോ. എന്താ സംശയം? പക്ഷേ അതിനുവേണ്ടി നീ ഒരുപാട് സമയം കാണുന്നില്ല. നിനക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ. ആ ജോലിക്കിടയിലും ഇതുപോലെ ഓരോന്നും ചെയ്യുന്ന സന്തോഷല്ലേ. പിന്നെ അത്യാവശ്യം പാചകമൊക്കെ പഠിക്കണം. അറിയൂ, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നാളെ ആരും ഇല്ലാതായാലും നിനക്ക് നിന്റെ മോളുമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നീ തന്നെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആശ്രയിക്കാൻ ആളുള്ളപ്പോഴാ നമ്മുടെ കഴിവുകൾ മുരടിച്ചു പോകുന്നത്. നിനക്ക് പറ്റിയ തെറ്റും അതാ. ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും ആരും സഹായത്തിനില്ലായിരുന്നു കല്യാണിക്ക്. അതുകൊണ്ടാ അവൾ ജീവിതത്തിൽ വിജയിച്ചത്. ഒരുതാനുള്ള മനസ്സുണ്ടെങ്കിൽ വിജയമൊക്കെ താനെ വന്നോളൂ. അതുപോലെ തന്നെ ശ്രമങ്ങളും വേണം. നീ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വർഷം എത്രയായി? പക്ഷെ ഇപ്പോഴാണ് എല്ലാം നീ പഠിച്ചെടുത്തത്. സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രവൃത്തി പരിചയമാണ് വേണ്ടത്. എല്ലാം ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവൂ. അത് തീർക്കാനും പറ്റും. അങ്ങനെ തന്നെ ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ തന്നെ നിനക്കൊപ്പം ചേരാത്തതിൽ എനിക്ക് നല്ല നിരാശയുണ്ട്. അന്ന് ഞാൻ കൂടെ കൂടിയിരുന്നെങ്കിൽ പലതും എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഒരുപക്ഷെ നിന്നെ പോലും. ഇതെന്താ പോലീസൊക്കെ? എന്താ സാർ? നിങ്ങൾ ഈ വീട്ടുകാരത്തിയാണോ? അതെ സാർ. കല്യാണി അല്ലേ? RS കൺസ്ട്രക്ഷൻസിന്റെ MD? അതെ സാർ. ഞാനൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാ. ചില വിവരങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അകത്തേക്ക് വരൂ സാർ. ഇരിക്കൂ സാർ. എന്താ സാറിന് അറിയേണ്ടത്? കേരളവും തമിഴ്നാടും കണ്ട ഏറ്റവും വലിയൊരു ക്രിമിനൽ, ചെന്നൈയെ വിറപ്പിച്ചവൻ. അവൻ കുറെ നാളായിട്ട് കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. ഗംഗാപ്രസാദ് എന്ന ചെറുപ്പക്കാരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കിരണേട്ടൻ വന്നു. ഹസ്ബൻഡ് ആണല്ലേ? അതെ. അദ്ദേഹത്തെ കാണാൻ കൂടിയാ ഞാൻ വന്നത്. സാറ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. ഹലോ കിരണിരിക്കും. ഞാൻ ഈ ഗംഗാപ്രസാദിനെ പറ്റി ചോദിച്ചറിയാനാ വന്നത്. ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അയാളുടെ വുഡ് ബി സ്റ്റെഫിയാണ് എനിക്ക് പരാതി തന്നിരിക്കുന്നത്. അവളിപ്പോ സബ് ജയിലില്ല. അവൾ പരോളിൽ ഇറങ്ങിയപ്പോഴാ കാമകൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് തന്നിട്ടുള്ളത്. അവന്റെ ഹിസ്റ്ററിയൊക്കെ വളരെ മോശമാ. പിടിയിട്ട പുള്ളിയായിട്ട് പോലീസ് പ്രഖ്യാപിച്ചതുവാ. എങ്കിലും അവനെ ആരോ തട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞൊരു പരാതി തന്നു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അല്ല സാറിന് എന്താണ് അറിയേണ്ടത്? എനിക്കറിയേണ്ടത് അവൻ തേടി നടന്നത് അവന്റെ പെങ്ങളെയും ആ കുട്ടിയുടെ അമ്മയും. അവന്റെ പെങ്ങളുടെ കല്യാണം വളരെ തന്ത്രപരമായിട്ടാണ് നടത്തിയത്. അവന്റെ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ വരെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് കല്യാണം മുടങ്ങിയെന്നൊരു ധാരണ പരത്തിക്കൊണ്ട് ദിലീപ് എന്ന ചെറുപ്പക്കാരൻ കാർത്തികയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. ശരിയല്ലേ? അതെ സർ. അന്ന് കല്യാണ മണ്ഡലത്തിൽ ഗംഗാപ്രസാദ് വരികയും മറ്റോ ചെയ്തായിരുന്നു? ഇല്ല സർ. അല്ല കേൺ പറയട്ടെ, വന്നതായിട്ട് അറിയില്ല സർ. അപ്പോ കല്യാണം നടന്ന വിവരം അവൻ അറിഞ്ഞു കാണില്ല അല്ലേ? അറിയാൻ വഴിയൊന്നും ഇല്ലല്ലോ സർ. അതിനുശേഷം അവന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സർ. അവനെ കുറിച്ച് ഇപ്പൊ ഒരു വിവരമില്ല. മൊത്തത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഒരു സമാധാനമുണ്ട് അല്ലേ? അതെ സർ. അവന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ അങ്ങനെ വരാതിരിക്കേണ്ടതല്ലോ. അവൻ അറിയാതെ കല്യാണം നടത്തിയതുകൊണ്ട് അവന്റെ പ്രതികാരം ഇരട്ടിക്കേണ്ടതാ. അവനൊരു ചാവേറായിട്ട് പെണ്ണിന്റെയും ചെറുക്കന്റെയും അരികിലേക്ക് പോകേണ്ടതാ. അങ്ങനൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതൊരു നല്ല കാര്യമായിട്ടാ ഞങ്ങൾ കരുതുന്നത്. അതെ, നല്ല കാര്യം തന്നെയാ. പക്ഷെ അവൻ അങ്ങനെ വരാതിരിക്കുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാവില്ലേ? നേരത്തെ കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസമാ
പയ്യന്റെ അച്ഛൻ അവൻ കൊന്നത്. അങ്ങനെയുള്ള ഒരുവൻ ഈ രീതിയിൽ കല്യാണം നടന്നു അറിയുമ്പോ ഉറപ്പായിട്ടും അവന്റെ ജീവൻ അപകടപ്പെട്ടാലും പെണ്ണിന്റെയും ചെറുക്കന്റെയും മുമ്പിലേക്ക് വരേണ്ടത്. അവരേതായാലും നാട് വിട്ടു പോയിട്ടില്ല, കേരളവും ഈ ദേശവും വിട്ടു പോയിട്ടില്ല. പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തിയേ പറ്റും. കിരണിന് ഞങ്ങളെ ഏതെങ്കിലും രീതിയിലൊന്ന് സഹായിക്കാൻ പറ്റും. അല്ല, ഞാനെങ്ങനെ സഹായിക്കാനാണ് സർ? അവനെ തേടി ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ചില സമയത്ത് അവനെ കയ്യിൽ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അവൻ വഴുതി പോയി കളഞ്ഞു സർ, പലപ്പോഴും. വഴുതിപ്പോയെന്ന് നിങ്ങൾ പറയുന്നതല്ലേ? അവനെ കൈ കിട്ടിയ നിങ്ങളൊക്കെ അവനെ ജീവിക്കാൻ അനുവദിക്കോ? അയ്യോ, അങ്ങനെ ഒരു കയ്യബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല സർ. നിങ്ങളൊക്കെ തിരക്കുള്ള മനുഷ്യരാ. ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയല്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ എനിക്ക് ഇനിയും ഇവിടെ വരേണ്ടി വരും. കാരണം പരാതിക്കാരി വിരൽ ചൂണ്ടുന്നത് നിങ്ങളിലേക്കാ. ഈ മിസ്സിംഗ് ആയ ഗംഗാപ്രസാദ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങളെയാണെന്ന് സ്റ്റെഫി പറഞ്ഞത്. നിങ്ങളുടെ കൈയുടെ ചൂട് അറിഞ്ഞതുകൊണ്ടായിരിക്കും, അല്ലേ? ആയിരിക്കും സർ. ഓക്കെ കിരൺ, കല്യാണി പോയിട്ട് വരാം. അന്ന് ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്, കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ. പിന്നെ അവൻ എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. ശരി, നമുക്ക് കാണാം. ആ സിഐക്ക് നമ്മളെന്തോ സംശയമുള്ള പോലെ തോന്നല്ലോ, പ്രത്യേകിച്ച് കിരണേട്ടന്. എന്നെ എന്തിനാ സംശയിക്കുന്നത്? ഞാനാണോ പ്രതി? എന്താ ഒരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഗംഗാപ്രസാദിനെ പോലെ ഒരു കൊലയാളി മരിക്കണമെന്ന് പോലീസ് പോലും ആഗ്രഹിക്കുന്നുണ്ട്. ഏത് കോടതിക്കും അതായിരിക്കും ഇഷ്ടം. പിന്നെ എന്തിനാ ഇയാൾ ജയിൽ പുള്ളിയായ ഒരു പെണ്ണിന്റെ പരാതിയും കേട്ടിട്ട് നമ്മളെയൊക്കെ സംശയിക്കാൻ നടക്കുന്നത്? അയാൾ അവസാനം പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ കിരണേട്ടാ? ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടെന്ന്. അതൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അറിയാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. ശരിക്കും അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നോ? അപ്പോ നിനക്കും സംശയമായോ? അതുകൊണ്ടല്ല കിരണേട്ടാ, അന്നേ ദിവസം താലിയായിട്ട് നടക്കുന്ന സമയത്ത് കിരണേട്ടൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് എല്ലാവരോടും ചോദിച്ചു കിരണേട്ടൻ എവിടെയാണെന്ന്. എല്ലാം കഴിഞ്ഞിട്ടാ കിരണേട്ടൻ വന്നത്. ആ സിഐ ചോദിച്ചതുപോലെ നീയും ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയല്ലോ. അല്ല, ആ സമയത്ത് ശരിക്കും എവിടെയാ കിരണേട്ടൻ പോയത്? ആ സമയത്ത് ഞാൻ എവിടെയാ പോയെന്ന് കല്യാണി നിന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഗംഗാപ്രസാദ് വരുമെന്ന് എല്ലാവരും സംശയിച്ച പോലെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പുറത്തു പോയി നിന്നത്. ഇടയ്ക്ക് വേലും രതീഷും എല്ലാം വന്നല്ലോ. അതെല്ലാം അവന്റെ സാന്നിധ്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. എന്നിട്ട് അവനെ ഞങ്ങൾ ആരും കണ്ടില്ല. പക്ഷെ ആ സിഐ പറഞ്ഞു കേട്ടില്ലേ, അവൻ ആ പരിസരത്ത് വന്നിരുന്നു. ചിലപ്പോ വന്നു കാണും. എന്ന് മാത്രമല്ല, സ്റ്റെഫി പരാതി കൊടുത്തിരിക്കും നമുക്കെതിരെ ആയിരിക്കുമല്ലോ. ഗംഗാപ്രസാദിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഞാനായിരിക്കുമെന്ന് അവൾക്ക് നല്ല സംശയം കാണും. അങ്ങനൊരു സംശയം ഇപ്പൊ എനിക്കും ഉണ്ട്. കിരണേട്ടൻ അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? കല്യാണി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കുവോ? എന്നെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി പല കാര്യങ്ങളും കിരണേട്ടൻ എന്നോട് പറയത്തില്ല. വേറൊന്നും കൊണ്ടല്ല കിരണേട്ടാ, സിഐ വന്നപ്പോ മുതല് കിരണേട്ടൻ ഒരു പതർച്ചയുണ്ട്. ഏയ്, അത് പതർച്ചയല്ല കല്യാണി. എനിക്ക് ആ സിയോട് നല്ല നീരസമുണ്ട്. അയാള് വലിയ നീതിമാനാണെന്നൊക്കെയാണ് പറയുന്നത്. നീതിമാന്റെ രക്തം അവനെ പോലെ ഒരുത്തിന് വേണ്ടി തിളയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അയാളുടെ മനസ്സിൽ എന്തോ കരട് കയറിയിട്ടുണ്ട്. ആ കരണം കൊണ്ട് അയാൾ നടന്നോട്ടെ, നമ്മൾ അതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കയറിയേണ്ട കാര്യമൊന്നുമില്ല. കിരണേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കിരണേട്ടൻ ഇതിൽ പങ്കൊന്നും ഇല്ലെങ്കിൽ. കാർത്തികയുടെ കല്യാണം നടക്കായിരുന്നു നമ്മുടെ ആവശ്യം. അത് നടന്നു കഴിഞ്ഞു. പിന്നെ ഇനി മറ്റൊന്നും നമ്മളെ ചിന്തിക്കണ്ട. അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കല്യാണം നടത്തിയതുകൊണ്ട് ഈ കല്യാണത്തിന് ശേഷം അവന്റെ ഭീഷണി ഒരുപാടുണ്ടാവുന്ന കിരണേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കാർത്തേച്ചി കല്യാണം കഴിഞ്ഞു പോയ ശേഷം വലിയ ടെൻഷനൊന്നും കിരണേട്ടനില്ല. ഗംഗാപ്രസാദിനെ പറ്റി അധികം കിരണേട്ടൻ ചിന്തിക്കുന്നത് പോലും ഞാൻ കാണുന്നില്ല. ഇപ്പൊ വന്ന ആ സിയേക്കാളും നീ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ കല്യാണി. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. കിരണേട്ടാ, എന്തേലും നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറയണം. ഗംഗാപ്രസാദ് കല്യാണത്തിന് വരാതിരുന്നത് വലിയൊരു ആശ്വാസം തന്നെയാ. ഇപ്പൊ പോലീസ് ഓഫീസർ വരാതിരുന്നെങ്കിൽ ഇപ്പൊ ഈ സംസാരത്തിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. അയാൾ എന്തിനു വന്നു എന്നത് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുവാ. എന്നോട് എന്തായാലും കിരണേട്ടൻ കള്ളമൊന്നും പറയില്ല. ഞാൻ ഭയക്കുന്ന പോലെ